Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അപ്പുറത്ത് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.7 ഇഞ്ച് ഫോൾഡബിൾ ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഫുൾ ഡിസ്പ്ലേ സൈസ് ആണ് ഞാൻ പറഞ്ഞത് 6.7 ഇഞ്ച്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 82.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഗോറില്ല ഗ്ലാസ് 6 ആണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലെ ചിപ്സെറ്റ് വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 കസ്റ്റമൈസ്ഡ് 1 UI 2 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 8GB RAM ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 256GB ആണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. നമുക്ക് ഇന്റേണൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. പ്രൈമറി ആയിട്ട് നമുക്ക് 12 മെഗാപിക്സലിന്റെ ഡുവൽ പിക്സൽ ആണ് ലഭിക്കുന്നത്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ 12 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മെഗാപിക്സൽ ആണ് സെൽഫി ക്യാമറ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2160 പിക്സൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സെക്ഷൻ ആണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 3300 mAh ആണ് ബാറ്ററി ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 9 വാട്ട്സ് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നത് സൈഡിലാണ്. പിന്നെ നമുക്ക് ബ്ലാക്ക്, പർപ്പിൾ എന്നീ 2 കളറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ സാംസങ്ങിന്റെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഗാലക്സി Z ഫ്ലിപ്പ് എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് February 11th ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിലാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ അമർത്താം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.